ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു സൂപ്പർ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സോയ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലൊരു വേവിച്ചെടുത്ത് അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ്, ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ചിലർക്കൊക്കെ വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ അത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാണ്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണ് ഇഷ്ടം വെച്ചെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതങ്ങനെ വഴറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ബട്ടറിൽ അത് വഴറ്റിയെടുക്കുമ്പോൾ. പിന്നെ അതിൽ നമ്മൾ ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഒറ്റ സവാള മതി, കൂടുതൽ ഇതിലിടേണ്ട ആവശ്യമില്ല. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളതിൽ ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കാണ്. അതും ഹെൽത്തിയാണ്, ടേസ്റ്റിയാണല്ലോ. അപ്പോൾ ഒരു ക്യാപ്സിക്കം നമ്മൾ നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അതിൽ നന്നായി ചേർത്ത് വഴറ്റിയെടുക്കാം. പ്രോട്ടീനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ, നല്ല ജീരകമല്ല, പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗരം മസാല പൊടിച്ചത് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. പിന്നെ നമ്മളൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയൊക്കെ കൊടുക്കാൻ. ചിലർക്ക് മസാല കുറവ് മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഉപ്പ് ഓൾറെഡി നമ്മൾ സോയ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഉപ്പ് അതിൽ ചേർക്കേണ്ടുള്ളൂ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് അപ്പോഴേക്കും നമുക്കൊരു 3 കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് ചിക്കി എടുക്കണം. ചെറുതായിട്ട് ചിക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് വലിയ പീസായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്കും ഇത് അത്ര ഇഷ്ടമുള്ളൊരു സാധനമൊന്നുമല്ല ഈ സോയ, പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഇഷ്ടമായി. സത്യം പറയുകയാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. സിമ്മിൽ തന്നെ വയ്ക്കുക, ഓവർ ഫ്ലെയിമിൽ ഇടരുത്. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് തക്കാളി സോസ്, 1 ടീസ്പൂണോളം തക്കാളി സോസ്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി ഇഷ്ടമാവും. അതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ ഒരു ഹാഫ് പോർഷനും കൂടിയിട്ട് ഞാനതിൽ ചേർക്കുന്നുണ്ട്, ഒരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു അടിപൊളി സോയ റോസ്റ്റ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളപ്പമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളപ്പവും ഈ ഒരു സോയ റോസ്റ്റും കൂടിയിട്ട് സൂപ്പർ കോമ്പിനേഷനായിരുന്നു. വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ.